करोतु कल्याणम् आरोग्यं धनसम्पदः लक्ष्मीः कौस्तुभपारिजातकसुरा धन्वन्तरिश्चन्द्रमा धेनुकामदुघासुरेश्वरगजो ब्रह्मादिदेवाङ्गना अश्वः सप्तमुखो विषं हरिधनु शङ्खो मृतं चाम्बुदे रत्नानीति चतुर्दश प्रतिदिनं कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम्। വളരെയധികം പുഷ്ടിയുള്ള ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന് വിസർഗകാലമായിട്ട് ആരോഗ്യത്തിന് പ്രധാനം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആഹാരത്തിൻ്റെ ഒരു ഭാഗത്തോടൊപ്പം തന്നെ കർക്കിടക ചികിത്സയും പ്രാധാന്യമാണ്. അപ്പോൾ കർക്കിടകം 1-ാം തീയതി മുതൽ കേരളത്തിൽ എല്ലാവരും ഒരു കർക്കിടക ചികിത്സ അല്ലെങ്കിൽ ശരീര ശുദ്ധി വരുത്തുന്നൊരു ചികിത്സാ രീതി ഇന്ന് കേരളത്തിൽ മുൻകാലങ്ങളിൽ തന്നെ നമ്മുടെ വൈദ്യന്മാർ അനുഷ്ഠിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇന്ന് കർക്കിടക കഞ്ഞി കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ഇൻക്ലൂഡിങ് കുടുംബശ്രീക്കാർ വരെ ഇന്ന് കഞ്ഞിക്കൂട്ടും, എല്ലാ അമ്പലങ്ങളിൽ വരെ ഇന്ന് കഞ്ഞിക്കൂട്ട് നൽകുന്ന കാലഘട്ടമാണ്. ഈ കർക്കിടക കഞ്ഞിക്കൂട്ടും അതുപോലത്തെ രാമായണവും കർക്കിടക ചികിത്സയും അനുഭവിച്ചാൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് അസുഖം വരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയും നല്ല ഒരു ചികിത്സാ രീതിയാണ് കർക്കിടക കഞ്ഞിയും കർക്കിടക ചികിത്സാ രീതിയും. പച്ചമരുന്നുകൾ, ഘൃതയോഗങ്ങൾ, എണ്ണകൾ, വടികകൾ, ഗുളികകൾ, കഷായങ്ങൾ, അരിഷ്ടങ്ങൾ തുടങ്ങി പലതരം മരുന്നുകൾ ആയുർവേദത്തിൽ നൂറ്റാണ്ടുകളായി ഉപയോഗിക്കപ്പെടുന്നു. കാലം, ശരീരപ്രകൃതി എന്നിവയനുസരിച്ച് നേരത്തെ കൂട്ടി തയ്യാറാക്കി സൂക്ഷിച്ചു വെച്ചതും തത്സമയം തയ്യാറാക്കുന്നതുമായ മരുന്നുകൂട്ടുകൾ രോഗത്തിന് എന്നതിനേക്കാൾ രോഗപ്രതിരോധം എന്ന നിലയ്ക്കും പ്രയോഗിക്കപ്പെടുന്നു. ആയുർവേദം ഒരു പ്രാചീന വൈദ്യശാസ്ത്ര രീതിയാണെങ്കിലും ആധുനിക കാലത്ത് വികസിച്ചു വന്ന സാങ്കേതിക സൗകര്യങ്ങളും അറിവുകളും പ്രായോഗികതയും സമന്വയിപ്പിക്കാൻ ഈ രംഗത്തെ വിദഗ്ധർ ഇന്നും പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ലോകമെങ്ങുമുള്ള അംഗീകാരവും സ്വീകാര്യതയും ഇന്ന് ആയുർവേദത്തിന് ലഭിക്കുന്നു. ലോകത്തിലെ ആരോഗ്യശാസ്ത്ര സംഘടനകളുടെ അംഗീകാരം നേടിയ ഗുണനിലവാരം പുലർത്തുന്ന മരുന്നുകൾ മാത്രമാണ് ഉൽപ്പാദിക്കപ്പെടുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇന്നുണ്ട്. കർക്കിടക ചികിത്സയാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. അതിൻ്റെ പഞ്ചകർമ്മ ചികിത്സേൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇലക്കിഴിയാണ്. ഇതൊരു വേർപ്പിക്കൽ ട്രീറ്റ്മെൻറ്റാണ് പഞ്ചകർമ്മയിൽ ചെയ്യുന്നത്. ഇലക്കിഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകളെക്കുറിച്ച് ഞങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: നല്ലെണ്ണ, നാളികേരം, ആവണക്കിൻ്റെ ഇല, കരുനച്ചി ഇല, സഹചരത്തിൻ്റെ ഇല, പുളിയില, എരിക്ക ഇല, വാതക്കൊള്ളി ഇല. ഇതല്ലാതെ മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, റാസ്നാപ്പൊടി, ശതകുപ്പപ്പൊടി, പിന്നെ നാരങ്ങ. നമ്മൾ സാധാരണ ഇലക്കിഴി ഉണ്ടാക്കുന്നത് ഉരുളിയിലാണ്. ആദ്യമായിട്ട് എള്ളെണ്ണ എടുത്ത് പകുതി എള്ളെണ്ണ, 50 മില്ലി എള്ളെണ്ണ എടുത്തതിൽ പകുതി ആദ്യം ഉരുളിയിലോട്ട് ഇടുന്നു. അടുത്തതായിട്ട് നാരങ്ങ,
എണ്ണയിൽ നാരങ്ങ നന്നായി വെന്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇലകളെല്ലാം അതിലോട്ട് ചേർക്കുക. ഇതിൽ പുളിയില മാത്രം ലാസ്റ്റ് ചേർക്കണം. എന്തെന്നാൽ ആദ്യം തന്നെ ചേർത്താൽ ഇത് വെന്തു പോകും. ഇലകളൊക്കെ വാടാൻ തുടങ്ങുമ്പോൾ ബാക്കിയുള്ള എണ്ണയും കൂടി അതിലോട്ട് ഒഴിക്കുക. ഇപ്പോൾ പുളിയിലയും കൂടി ഇടുക. ഇലകളെല്ലാം വാടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതിലോട്ട് ഇടണം. നാളികേരം, സൈന്ധവ ലവണം, ശതകുപ്പ, രാസ്ന ചൂർണം, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ഇലകളെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതല്ലാതെ ഇലകൾ വാടിയിട്ടുമുണ്ട്. അപ്പോൾ കിഴി കെട്ടാൻ ഇത് സിദ്ധമാണ്. കിഴി കെട്ടാനുള്ള തുണി 18x18 ഇഞ്ചിൻ്റെ ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുക്കുക. അതിലേനെ കിഴി കെട്ടാൻ നോക്കാം. ഇലക്കിഴി സാധാരണമായിട്ട് അസ്ഥിസംബന്ധമായ രോഗങ്ങൾക്കും ഇലക്കിഴി ഫലപ്രദമാണ്. പ്രധാനമായിട്ടും പക്ഷാഘാതം, സന്ധിഗതവാതം, വാതരക്തം മുതലായ അസുഖങ്ങൾക്ക് ഇലക്കിഴി വളരെ ഫലപ്രദമാണ്. ആയുർവേദത്തിൽ അശുദ്ധിയാണ് രോഗം എന്നും ശുദ്ധീകരണമാണ് ചികിത്സ എന്നും നൈർമല്യമാണ് ആരോഗ്യം എന്നുമാണ് പറയാം. അപ്പോൾ ശരീരത്തിനെ പരമാവധി പരിശുദ്ധമാക്കി നിലനിർത്താൻ, നൈർമല്യത്തോട് നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ സമ്പ്രദായങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുവോ അതൊക്കെ തന്നെ ചികിത്സയിൽപ്പെടും. അതിലേറ്റവും പ്രധാനമാണ് ശുദ്ധീകരണം എന്ന് പറയുന്ന പഞ്ചകർമ്മം. വാക്കുകൊണ്ട് പഞ്ചകർമ്മം 5 കർമ്മങ്ങളാണ്. അതായത് വമനം, രേചനം, നസ്യം, നിരൂഹശ്ചാനുവാസനം, ഏതാനി പഞ്ചകർമാണി കഥിതാനി മുനീശ്വരൈഹി എന്ന് പറയും. അതായത് വമനം, വിരേചനം, വസ്തി, നസ്യം എന്നും രക്തമോക്ഷണത്തിന് വേണമെന്നും വേണ്ട എന്നും അഭിപ്രായമുള്ള 2 തരത്തിലായിട്ട് പറയുന്നുണ്ട്. അതായത് വസ്തിയുടെ 2 വിഭാഗങ്ങളെ ചേർത്ത് രക്തമോക്ഷണത്തിനെ ഉൾപ്പെടുത്താതെ പഞ്ചകർമ്മമെന്നും,
രക്തമോക്ഷത്തിന് ചേർത്തുകൊണ്ട് പഞ്ചകർമ്മം എന്നും രണ്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും പൊതുവെ ശരീരത്തിനെ ശുദ്ധീകരിക്കുന്ന ചികിത്സകളൊക്കെ പഞ്ചകർമ്മത്തിൻ്റെ കീഴിൽ വരും. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ആയുർവേദം മാത്രമല്ല ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നുണ്ട്. പ്രകൃതിയിൽ കാണുന്ന മാറ്റങ്ങൾ പോലെ ശരീരത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. ശരീരത്തിൻ്റെ ജീവതാളം പിഴയ്ക്കാതെ നോക്കിയാൽ മാത്രമേ ജീവിതം സുഖകരമാകുകയുള്ളൂ. ജീവന്റെ താളം പിഴക്കാതിരിക്കാനും ശരീരത്തിന് നവചൈതന്യം പകരാനും പഞ്ചകർമ്മ ചികിത്സയും പൂർവകർമ്മങ്ങളും സഹായിക്കുന്നു. പഞ്ചകർമ്മങ്ങളിൽ ആദ്യത്തേതാണ് വമനം അഥവാ ഛർദ്ദിപ്പിക്കൽ. വമനം മരുന്ന് അകത്തേക്ക് കഴിച്ച് ഛർദ്ദിപ്പിക്കുന്ന രീതിയാണ് വമനം. വമനം എന്ന് പറയുമ്പോൾ അകത്തിൽ ആന്തരികമായിട്ടുള്ള ദോഷങ്ങൾ, ത്രിദോഷങ്ങളാണല്ലോ ആയുർവേദ ശാസ്ത്രത്തിൽ ത്രിദോഷങ്ങളാണ്. അത് ദുഷിച്ചിരിക്കുന്ന ദോഷങ്ങളെ, അത് വാതമായിക്കോട്ടെ, പിത്തമായിക്കോട്ടെ, അല്ലെങ്കിൽ ബാഹ്യഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ചളി ആയിക്കോട്ടെ, ഇതിനെ ഛർദ്ദിപ്പിച്ച് കളയുക. ഇവിടുന്ന് മേപ്പെട്ടുള്ള വികാരങ്ങളെ ഛർദ്ദിപ്പിച്ച് കളഞ്ഞ് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് വമനം എന്ന് പറയുന്നത്. വമനം ശ്രദ്ധിക്കേണ്ട ഒരു ചികിത്സാ രീതിയാണ്. കാരണം വമനത്തിൻ്റെ ആധിക്യം കൂടിയാൽ, ഛർദ്ദിക്കൽ കൂടിയാൽ, അതിന് ഇത്ര മാത്രമാണെന്നൊരു കണക്കുണ്ട്. അതിൽ കൂടുതലായാൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാം, മരണം വരെ സംഭവിക്കാവുന്ന ഒരു രീതിയാണ് വമനം. ശുദ്ധിപ്രക്രിയയാണെങ്കിൽ കൂടി. പിന്നെ ശുദ്ധിപ്രക്രിയ പറഞ്ഞാൽ ആയുർവേദത്തിൽ 2 വിധത്തിലാണ് ചികിത്സ: ശോധനവും ശമനവും. ശോധനം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം. അതിലാണ് ഈ പഞ്ചകർമ്മം പറഞ്ഞത്. ഈ പഞ്ചകർമ്മത്തിൽ ഈ 5 ഭാഗങ്ങളിലും ഡിവൈഡിങ് ഒരുപാടുണ്ട് കേട്ടോ. കാരണം ആ രോഗിയുടെ ശാരീരിക സ്ഥിതിയും ദോഷത്തിൻ്റെ ആധിക്യം അനുസരിച്ച് ചികിത്സ എങ്ങനെ വേണമെന്ന് മാറി നിശ്ചയിക്കാം. മറ്റേ വമനാവാം, വിരേചനാവാം, ഈ പഞ്ചകർമ്മത്തിൽ ഏത് വേണമെന്ന് ഉൾപ്പെടുത്താം. അതിൽ ആദ്യം നമ്മൾ ചെയ്യാവുന്നത്, ഇപ്പോൾ ശ്വാസം മുട്ട്, അതുപോലെ ചെസ്റ്റിന് കഞ്ചക്ഷൻ, ഈ ഭാഗങ്ങളിൽ വരുന്ന ദോഷങ്ങൾ, ചളികളുടെ അംശം, ഇതിനെ കളയാൻ ഛർദ്ദിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുക. ഇത് മാനസിക രോഗത്തിനും ഛർദ്ദിപ്പിക്കും. പിന്നെ കൈവിഷം എന്ന് പറഞ്ഞൊരു വിഷയം. കൈവിഷം എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഒരാളും മന്ത്രം ജപിച്ച് കൊടുക്കുന്നതല്ല ഈ കൈവിഷം. നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന ഗരം എന്ന് പറയുന്നത് കൂട്ടുവിഷം. 2 ഭക്ഷണപദാർത്ഥങ്ങൾ കൂടി ചേരുമ്പോൾ ശരീരത്തിൽ ഉരുത്തിരുന്നൊരു വിഷാംശമുണ്ട്. ഇത് ദഹനമില്ലാതെ ദ്രവിക്കാതെ കിടക്കും. അതിനെ ഛർദ്ദിപ്പിച്ച് കളയാനും, അത് കോഷ്ഠത്തിൽ കിടക്കുന്നതാണ്, അതിനെയും ഛർദ്ദിപ്പിച്ച് കളയാൻ ഛർദ്ദനം വളരെ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് മാനസിക രോഗം വരെ വരാം ഈ ഗരം കൊണ്ട്. പിന്നെ ശ്വാസം മുട്ട്, ഹൃദ്രോഗം, വയറുകല്ലിപ്പ്, ഗ്യാസ് വല്ലാണ്ട് ഫോം ചെയ്യുക, കീഴ്ശ്വാസം ഇല്ലാതിരിക്കുക, ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെ ഛർദ്ദിപ്പിക്കൽ വളരെ ഉപകാരപ്രദമായൊരു ചികിത്സാ രീതിയാണ്. പഞ്ചകർമ്മത്തിന്റെ മുന്നോടിയായി അല്ലെങ്കിൽ അതിനുവേണ്ടി ശരീരത്തെ ഒരുക്കിയെടുക്കുന്നതിന്റെ ഭാഗമായി ചെയ്യുന്ന ചികിത്സകളെയാണ് ഇക്കാലത്ത് പലരും പഞ്ചകർമ്മ ചികിത്സയായി തെറ്റിദ്ധരിക്കുന്നത് എന്നത് നിർഭാഗ്യകരമാണ്. പഞ്ചകർമ്മ ചികിത്സ കേരളത്തിൻ്റെ പ്രത്യേകമായ ഒരു ചികിത്സാ രീതിയാണ്. സാധാരണ മറ്റ് സ്റ്റേറ്റുകളിൽ, കേരളത്തിലല്ലാതെ മറ്റ് സ്റ്റേറ്റുകളിൽ രസഭസ്മാദികളെ കൊണ്ടാണ് കൂടുതലായിട്ട് ചികിത്സിച്ച് വരുന്നത്. എന്നാൽ കേരളത്തിന് പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ പ്രകൃതിയുടെ സ്വഭാവം കൂടി അതിനകത്ത് ബാധിക്കുന്നുണ്ട്. അതായത് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുമ്പോൾ വമനം, രേചനം, നസ്യം, നിരൂഹം, അനുവാസനം. വമനം എന്ന് പറഞ്ഞാൽ ഛർദ്ദിപ്പിക്കുക. വിരേചനം അതായത് വയറ് ഇളക്കി കളയുക, ദോഷത്തെ ബഹിർഗമിപ്പിക്കുന്ന 2 മാർഗ്ഗങ്ങളാണത്. നസ്യം അത് മൂക്കിൽ കൂടി ഔഷധങ്ങളെ ഉപയോഗിച്ചിട്ട് ദോഷത്തെ വെളിയിലേക്ക് കളയുന്ന ഒരു സമ്പ്രദായമാണ് നസ്യം എന്ന് പറയുന്നത്. പിന്നെ കഷായവസ്തിയുണ്ട്, സ്നേഹവസ്തിയുണ്ട്. വസ്തികൾ, സ്നേഹവസ്തി
കൊടുത്തതിന് ശേഷം കഷായവസ്ഥയും കൊടുത്തിട്ട് കോഷ്ഠശുദ്ധി വരുത്തുക. ഇതാണ് സാധാരണ ഈ ദോഷശോധനം ചെയ്യുന്ന രീതി. ചികിത്സ 2 രീതിയിലാണ്. ശമനം, ശോധനം. ശമിപ്പിച്ചിട്ട് ശോധിപ്പിച്ച് വെളിയിലേക്ക് കളയുക, അതാണ് അതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ. അതായത് ത്രിദോഷത്തെ ബേസ് ചെയ്താണല്ലോ ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത്. ത്രിദോഷത്തെ ശമനക്രിയ ചെയ്തിട്ട് ശോധിപ്പിച്ച് വെളിയിലേക്ക് കളയുന്നു, അതാണ് ശരിയായ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത്. ദോഷം ബഹിർഗമിച്ചിട്ട് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ചരിച്ചിട്ട് ഓരോ ഭാഗങ്ങളിലും, ഇപ്പോൾ ശിരസിലായാലും കയ്യിലായാലും കാലിലായാലും അങ്ങനെ സ്ഥാന സംശ്രയം എന്ന് പറയും, മറ്റ് ഭാഗങ്ങളിലേക്ക് പോയിട്ട് രോഗത്തെ അവിടെ ഉണ്ടാക്കുക ചെയ്യുന്നു. അതിന് ശമനക്രിയ ഉള്ള ഔഷധങ്ങളെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് കോഷ്ഠത്തിൽ കൊണ്ടുവന്ന് ശോധിപ്പിച്ച് കളയുക. ഇത് സാധാരണ ഒരു ചികിത്സാ തത്വമാണ്. അഭ്യംഗം, കിഴി, പിഴിച്ചിൽ തുടങ്ങി പലതരത്തിലുള്ള സ്നേഹസ്വേദങ്ങൾ അഥവാ എണ്ണ ഉപയോഗിച്ചുള്ള വിയർപ്പിക്കൽ പഞ്ചകർമ്മത്തിന് മുന്നോടിയായുള്ള പൂർവ്വകർമ്മങ്ങളിൽപ്പെടുന്നു. ശരീരത്തെ ശുദ്ധീകരിക്കുക എന്നതാണ് പഞ്ചകർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചകർമ്മ ചികിത്സ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിനെ ശുദ്ധി ചെയ്യുന്ന ചികിത്സകളാണ്. അതാത് സ്രോതോമാർഗേണ അതാത് ദോഷങ്ങളെ ആ ദോഷോൽബണത്തിനനുസരിച്ച് പുറത്തേക്ക് നിർഹരിച്ച് കളയുന്ന ഒരു ക്രിയയാണ്. പഞ്ചകർമ്മം എന്നത് നസ്യം, വമനം, വിരേചനം, വസ്തി, അതുപോലെ രക്തമോക്ഷം. ചില ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ ഈ വസ്തി തന്നെ കഷായവസ്തിയും സ്നേഹവസ്തി അല്ലെങ്കിൽ തൈലവസ്തി ഈ രണ്ടും കൂടെ ചേർത്ത് രക്തമോക്ഷത്തിനെ ഒഴിവാക്കി ഒക്കെ പഞ്ചകർമ്മങ്ങളായിട്ട് പറയുന്നുണ്ട്. ഈ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഓരോ ചികിത്സകളും ചെയ്യുമ്പോൾ അതിൽ തന്നെ 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മളത് ചെയ്യുക. പൂർവകർമ്മം, അതുപോലെ പ്രധാന കർമ്മം, പശ്ചാത് കർമ്മം. ഈ പൂർവകർമ്മത്തിൽ നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന എല്ലാവിധത്തിലുള്ള കേരളീയ ചികിത്സകൾ എന്നറിയപ്പെടുന്ന ഈ പിഴിച്ചിൽ, ഞവര, കിഴികൾ ഇങ്ങനെയുള്ള എല്ലാം തന്നെ സ്നേഹസ്വേദ പ്രയോഗങ്ങളെല്ലാം തന്നെ പൂർവകർമ്മമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ അതിനുശേഷം ഇത്തരത്തിൽ സ്വേദ പ്രയോഗങ്ങൾ വഴി ശരീരത്തിലെ ആ ദോഷങ്ങളെ ഉത്ക്ലേശിപ്പിച്ചതിന് ശേഷം അതാത് സ്രോതസ് വഴി പുറത്തേക്ക് വിടുന്നു. ഇപ്പോൾ കഫസംബന്ധമായിട്ടുള്ള രോഗാവസ്ഥയിൽ അല്ലെങ്കിൽ കഫജമായിട്ടുള്ള രോഗാവസ്ഥയിൽ ശിരസ്സും അതുപോലെ ഊർധ്വഭാഗങ്ങളാണ് കഫത്തിൻ്റെ സ്ഥാനമായിട്ട് പറയുക. അപ്പോൾ ആ ശിരസിൽ നിന്നുള്ള കഫത്തെ പുറത്തേക്ക് നസ്യം വഴിയോ അല്ലെങ്കിൽ വമനം വഴിയോ ഒക്കെ പുറത്തേക്ക് കളയും. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ സ്നേഹസ്വേദ പ്രയോഗങ്ങൾ ചെയ്ത് ദോഷോത്ക്ലേശനം ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ കഫസംബന്ധമായിട്ട് അല്ലെങ്കിൽ കഫപ്രധാനമായിട്ട് പറയുന്ന രോഗങ്ങളിൽ സ്നേഹസ്വേദത്തിനായിട്ട് നമ്മൾ ചെയ്യുക ബാഹ്യമായിട്ട് ചെയ്യുന്ന അഭ്യംഗവും ഇതൊക്കെ ബാഹ്യസ്വേദനവും, അതുപോലെ ആന്തരികമായിട്ട് ആഭ്യന്തരമായിട്ട് ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്ന നെയ്യ് അല്ലെങ്കിൽ എണ്ണയും നെയ്യും അല്ലെങ്കിൽ അത് രണ്ടും ചേർന്നൊക്കെ ചെറിയ മാത്രയിലും അതുപോലെ കൂട്ടിയുള്ള കൂടുതലായിട്ടുള്ള മാത്രയിൽ കൊടുത്തിട്ട് സ്നേഹപാനം എന്ന് പറയുന്ന ആ പ്രക്രിയ വഴി സ്നേഹപാനം ചെയ്ത് ഉത്ക്ലേശനം ചെയ്തതിന് ശേഷം വമനം വഴി അതിനെ പുറത്തേക്ക് കളയുന്നു. അല്ലെങ്കിൽ നസ്യം ചെയ്യുമ്പോൾ ഇതുപോലെ ബാഹ്യമായിട്ട് അഭ്യംഗപ്രയോഗം നടത്തി മൃദുവായിട്ടുള്ള സ്വേദനം ചെയ്തതിന് ശേഷം നാസാദ്വാരം വഴി അതാത് രോഗത്തിന് ആവശ്യമായിട്ടുള്ള തൈലങ്ങളെ മൂക്കിൽ അതുപോലെ അല്ലെങ്കിൽ ചൂർണങ്ങളെ ഒക്കെ മൂക്കിൽ ഇറ്റിച്ചതിന് ശേഷം അത് ഊർധ്വഭാഗത്തുള്ള ആ കഫത്തെയും അല്ലെങ്കിൽ ആ നെർവ്സിനെയൊക്കെ പോഷിപ്പിക്കുന്ന വിധത്തിലുള്ള തൈലങ്ങൾ കൊണ്ട് നസ്യം ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ ഔഷധപ്രയോഗങ്ങളിലൂടെ ഇളക്കിക്കളയുക എന്നതാണ് പഞ്ചകർമ്മം എന്ന ചികിത്സയിലൂടെ നടപ്പിലാക്കുന്നത്. എല്ലാ രോഗികളിലും പഞ്ചകർമ്മ ചികിത്സ നടത്താൻ കഴിയണമെന്നില്ല. രോഗം, രോഗിയുടെ ശാരീരികാവസ്ഥ എന്നിവയെല്ലാം പരിഗണിച്ചു വേണം പഞ്ചകർമ്മ ചികിത്സ നിശ്ചയിക്കാൻ. ഏത്
കാര്യം ചെയ്യുമ്പോഴും അതിന് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉദ്ദേശിച്ച അനുകൂലമായ യോഗ്യതകൾ വന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കൊതുവിനെ കൊല്ലാൻ നമുക്ക് തോക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു ചുറ്റിക ഉപയോഗിക്കാൻ പറ്റിയെന്നില്ല. അതായത് രോഗത്തിൻ്റെ കാഠിന്യം, രോഗത്തിൻ്റെ ആഴം, രോഗത്തിൻ്റെ സ്വഭാവം, ശരീരത്തിൻ്റെ ഘടനയിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ഏത് ചികിത്സയാണെങ്കിലും തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഏത് സമയത്താണോ ശരീരങ്ങളിൽ ദോഷങ്ങൾ വളരെയധികം നിലനിൽക്കുന്നത്, ഏത് സമയങ്ങളിലാണോ ദോഷങ്ങളെ പുറത്ത് കളയല്ലാതെ വേറൊരു സ്ഥിതി ഇനി പറ്റില്ല എന്ന സ്ഥിതി നിലനിൽക്കുന്നത്, ഈ രോഗം അതല്ലാതെ വേറൊരു രീതിയിൽ കൊണ്ടും നമുക്ക് മാറില്ല എന്നൊരു പരിതസ്ഥിതി നിലനിൽക്കുന്നു, ഇതൊക്കെ പഞ്ചകർമ്മം പോലുള്ള ശോധന ചികിത്സകൾക്ക് വ്യക്തി അനുയോജ്യനായിക്കൊണ്ട് അടുത്തേക്ക് വരുന്നു. പക്ഷേ അത് മാത്രം പോരാ, രോഗം മാത്രം പോരാ, ശരീരത്തിൻ്റെ വയസ്സ് അതിന് അനുകൂലമായിരിക്കണം. ആരോഗ്യസ്ഥിതി പറഞ്ഞാൽ ഈ ചികിത്സകൾ കൊണ്ടുണ്ടാകുന്ന ക്ഷീണം താങ്ങാനുള്ള, ഇതിൻ്റെ കാഠിന്യം താങ്ങാനുള്ള ശാരീരിക ബലം, മനസ്സിൻ്റെ ബലം ഒക്കെ ഇതിലാണ്. അപ്പോൾ ഒട്ടനവധി ഈ യോഗ്യതകൾ വന്നാൽ മാത്രമേ ഈ ചികിത്സയ്ക്കുള്ള യോഗ്യതയാവുള്ളൂ. ഒരു ചികിത്സ ചെയ്യാൻ ചില യോഗ്യതകളുണ്ട്. അതിൽ പഞ്ചകർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ മറ്റുള്ള സാധാരണ ചികിത്സകളെ പോലെയല്ല, ഇതിന് പ്രത്യേക രീതിയിലുള്ള പ്രത്യേകം ശരീരം യോഗ്യത ഏൽക്കേണ്ടതുണ്ട്. അത്ര എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്ന ഒരു ചികിത്സയല്ല പഞ്ചകർമ്മം. വേണ്ടത്ര വൈദഗ്ധ്യം നേടാത്ത ഒരാൾ ചെയ്താൽ ഒരുപക്ഷെ ജീവഹാനി വരെ വരുത്തിയേക്കാവുന്ന ഒന്നാണ് പഞ്ചകർമ്മം. അതുകൊണ്ട് തന്നെ പഞ്ചകർമ്മ ചികിത്സയെ നിസ്സാരമായി കാണരുത്. പഞ്ചകർമ്മത്തിന് യോഗ്യത എന്നുദ്ദേശിക്കുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള യോഗ്യത, ഒന്ന് രോഗത്തിൻ്റെ യോഗ്യത. അതായത് ഞാൻ പറഞ്ഞ പോലെ, അതായത് രോഗം ഈ ചികിത്സ കൊണ്ട് പരിപൂർണമായി ഒഴിവാക്കപ്പെടാവുന്ന പരിതസ്ഥിതിയിൽ എത്തിയിട്ടുള്ള അവസ്ഥയിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ രോഗത്തിൻ്റെ യോഗ്യതയാണ്. ശരീരത്തിൻ്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ ശരീരം അതിന് ആ ചികിത്സ കൊണ്ടുണ്ടാവുന്ന ക്ഷീണത്തിന് അല്ലെങ്കിൽ ക്ലേശത്തിനെ സഹിക്കാനുള്ള ശാരീരിക ബലം, മനോബലം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ. ഈ രണ്ടും ചേരുമ്പോഴാണ് ആ ചികിത്സയ്ക്ക് പൂർണ്ണമായിട്ട് യോഗ്യത വരും. പക്ഷേ ചികിത്സ നടത്തണമെങ്കിൽ വൈദ്യൻ്റെ യോഗ്യതയും കൂടിയും വരണം. വൈദ്യന് ഇത് ധാരാളം പഠിച്ചിട്ടുള്ള അറിവ്, കർമ്മം കൊണ്ട്, അതായത് ചെയ്ത അനുഭവം, അതിൻ്റെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അത് മാറ്റാനുള്ള അനുഭവം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണത ആ ചികിത്സയ്ക്ക് വരുന്നുള്ളൂ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ചികിത്സ ചെയ്യുമ്പോൾ, ഒരു രോഗത്തിൻ്റെ ചികിത്സ ചെയ്യുമ്പോൾ ശരീരത്തിനെ ശുദ്ധീകരിക്കാൻ പല മാർഗങ്ങൾ അനുവർത്തിക്കാറുണ്ട്. അപ്പോൾ ഏത് മാർഗം വേണം, ആ മാർഗം ശരീരത്തിന് യോജിച്ച മാർഗ്ഗമാണോ എന്ന് വൈദ്യനാണ് തീരുമാനിക്കുക. ഒരു വ്യക്തി എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം കഴിച്ച് അത് ദഹിക്കാതെ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ആ ദഹിക്കാതെ വന്നിട്ടുള്ള ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾക്ക് നമുക്ക് പല രീതിയിൽ ചികിത്സ അവലംബിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ദീപനപാചനങ്ങളായിട്ടുള്ള മരുന്ന് കൊടുക്കാം. ആ സന്ദർഭത്തിൽ രോഗിക്ക് ഈ ശോധന ചികിത്സ പോലുള്ള ക്ലേശങ്ങളൊന്നുമില്ല, അയാൾക്ക് അധികം മനോബലമൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് തീരാവുന്നതാണെങ്കിൽ അത് തീർക്കാം. അതേസമയം ചിലപ്പോൾ ശരീരത്തിന് അത് അവിടെ തന്നെ നിന്ന് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കി ഏതെങ്കിലും അതിനെ പുറത്ത് തള്ളല്ലാതെ വേറെ വഴിയില്ല എന്നാണെങ്കിൽ നമുക്ക് മുകളിലത്തെ വഴി കൂടെ, അതായത് ഏറ്റവും അടുത്തുള്ള വായിൽ കൂടെ നമുക്ക് പുറന്തള്ളുന്ന രീതി ഉപയോഗിക്കാം. അല്ല വയറിളക്കി ചോട്ട് കൂടെ കുറച്ച് ദൂരെയാണെങ്കിൽ പോലും വയറിളക്കി കളയുന്ന രീതിയും അവലംബിക്കാം. പക്ഷേ ഛർദ്ദിപ്പിക്കുകയാണെങ്കിൽ വേണ്ട യോഗ്യത, അതായത് ഞാൻ പറഞ്ഞല്ലോ, അതായത് വയറിളക്കുമ്പോൾ ഉണ്ടാവുന്ന യോഗ്യത, ഛർദ്ദിപ്പിക്കുണ്ടാവുന്ന യോഗ്യത വ്യത്യാസം വരും. അതായത് ഛർദ്ദിപ്പിക്കുമ്പോൾ ഒരാൾക്ക് ഈ ഭക്ഷണം മുകളിലത്തെ രീതി കൂടെ വായിൽ കൂടെ പുറത്തേക്ക് വരണം. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ശരീരത്തിനുണ്ടാവുന്ന ക്ലേശം, ചിലപ്പോൾ കഫം ധാരാളം ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ അയാൾക്ക് പുറത്തേക്ക് വരുള്ളൂ. അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ അത് ആ ചികിത്സയ്ക്ക് യോഗ്യത വരുന്നു. അപ്പോൾ യോഗ്യത എന്ന് പറയുന്നത് രോഗി തീരുമാനിക്കുന്നതല്ല, വൈദ്യൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ രോഗിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ്.